കോഴിക്കോട് ബസ്സിൽ നിന്ന് മാല മോഷ്ടിച്ച നാടോടി സ്ത്രീകളെ വീട്ടമ്മ സാഹസികമായി പിടികൂടി. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശികളായ ദേവി, മകൾ സന്ധ്യ എന്നിവരെയാണ് നരിക്കുനി സ്വദേശി സുധ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതികളെ പിടികൂടിയ സാഹചര്യത്തെക്കുറിച്ച് വീട്ടമ്മയായ സുധ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുന്നു. സംസ്ഥാനത്തുടനീളം മോഷണം നടത്തുന്ന അന്തർസംസ്ഥാന മോഷണ സംഘം ഇന്ന് കോഴിക്കോട് പിടിയിലായിരിക്കുകയാണ്. അവരെ നിയമത്തിന് മുൻപിൽ എത്തുന്നതിലേക്ക് നിർണായകമായ പങ്ക് വഹിച്ചത് ഒരു വീട്ടമ്മയാണ്. വീട്ടമ്മയായ നരിക്കുനി സ്വദേശിനി സുധയാണ് അവരെ പിടികൂടിയത് എന്നുള്ളതാണ്. അവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ആ വീട്ടമ്മയുടെ കരുത്താണ്, തൻ്റെ ഇടമാണ്. അതേക്കുറിച്ച് സംസാരിക്കാൻ ആ വീട്ടമ്മ സുധ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പമുണ്ട്. സുധേജി, എങ്ങനെയാണ് ആ എന്താ പറയുക മോഷ്ടാക്കളെ കുടുക്കിയത്? മോഷ്ടാക്കളിൻ്റെ ചെയിന് ബസ്സിന്ന് എൻ്റെ കൈത്തക്കൂട് കൈയിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് പിടിച്ച് വലിച്ച് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങലു അവർ റോഡിനോടിയിട്ട് ഓട്ടോ കയറിയപ്പോൾ ഞാൻ ഒരു നിമിഷം പകച്ച് നിന്ന് എന്താ ചെയ്യാന്നുള്ള പേടിയോട് കൂടെ. അപ്പം പിന്നെ എനിക്ക് എൻ്റെ ചെയിനല്ല നല്ല നഷ്ടപ്പെട്ടത്. ആ ചെയിൻ എനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളതിൽ ഞാൻ ഓടി ഓട്ടോന്ന് എൻ്റെ ചെയിൻ നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്, എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടില്ല, ബസ്സിൽ വീണതയക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇവനെ പരങ്ങൽ കണ്ടപ്പോൾ എൻ്റെ ചെയിൻ ഒരു പൊട്ടിച്ചിട്ടുണ്ട്, എനിക്ക് അതെങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളതോട് കൂടി ഞാൻ രണ്ടാളെ പിടിച്ചതോട് കൂടി ഒരു റോട്ടിലേക്ക് എറിഞ്ഞ് ഓട്ടോന്ന് ചെയിന്. അപ്പം എൻ്റെ കാൽമേൽ വന്ന് ചെയിന് വീണ്. അങ്ങനെ ചെയിന് എനിക്ക് കിട്ടി. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴാണോ അല്ല ബസ്സിലിരിക്കുമ്പോഴാണോ? ബസ്സിൽ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു ചുരിദാർ ഇട്ട ആൾ മുന്നിൽ ഇറങ്ങി, നടുക്ക് ഞാനും ബാക്കിലാണ് സാരി ഇട്ട പെണ്ണുങ്ങൾ. എന്തായാലും ഈ സുധ കാണിച്ച ധൈര്യം എന്ന് പറയുന്നത് ഏത് സ്ത്രീകൾക്കും മാതൃക തന്നെയാണ്. ഇപ്പോൾ ഇവരെ പോലീസ് കൂടി അഭിനന്ദിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം നിർണായകമായ ഒരു കേസാണ് ഇവർ കാരണം പോലീസിന് തെളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു അന്തർസംസ്ഥാന മോഷണ സംഘത്തെയാണ് ഇവർക്ക് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.